ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ഇന്ന് പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. ഏകദേശം 15 വർഷം നീണ്ട ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഇത് വെറും ഒരു വോട്ടെടുപ്പല്ല, മറിച്ച് ഇന്ത്യയുടെയും ചൈനയുടെയും അമേരിക്കയുടെയും തന്ത്രപരമായ താൽപര്യങ്ങൾ കൂട്ടിമുട്ടുന്ന ഒരു വലിയ പോരാട്ട ഭൂമിയാണ് ബംഗ്ലാദേശ് എന്ന്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായിരുന്ന വിള്ളലുകളും ആ വിടവിലേക്ക് ചൈന നടത്തുന്ന കടന്നുകയറ്റവുമാണ് വാഷിംഗ്ടണിനെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കറിയാം, 2024 ഓഗസ്റ്റിൽ നടന്ന വലിയ വിദ്യാർത്ഥി വിപ്ലവം ഇത് ബംഗ്ലാദേശിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഹസീനയ്ക്ക് അധികാരം ഒഴിഞ്ഞ് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നത് ഒരു ഭരണകൂടത്തിന്റെ പതനം മാത്രമല്ല, ഇന്ത്യയുടെ ദക്ഷിണേഷ്യൻ നയതന്ത്രത്തിനുള്ള വലിയ തിരിച്ചടി കൂടിയായിരുന്നു. അന്ന് തുടങ്ങിയ ഇന്ത്യ ബംഗ്ലാദേശ് അസ്വാരസ്യങ്ങൾ ഇന്നും തുടരുകയാണ്. ഷെയ്ഖ് ഹസീനയുമായി ഇന്ത്യക്ക് ഉണ്ടായിരുന്ന സുദൃഢമായ ബന്ധം ബംഗ്ലാദേശിലെ പുതിയ തലമുറയ്ക്കിടയിൽ ഇന്ത്യ വിരുദ്ധ വികാരം വളർത്താൻ കാരണമായെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തുടരുന്നത് അവിടുത്തെ പുതിയ തലമുറയെ ചൊടിപ്പിക്കുന്നുമുണ്ട്. വിസ സർവീസുകൾ നിർത്തിവെച്ചതും ക്രിക്കറ്റ് പരമ്പരകൾ റദ്ദാക്കിയതുമെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കോൾഡ് വാർ എത്രത്തോളം രൂക്ഷമാണെന്ന് കാണിച്ചു തരുന്നു. ഈ ഗ്യാപ്പിലേക്കാണ് ചൈന കണ്ണുവയ്ക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം വഷളായപ്പോൾ ആ വിടവ് കൃത്യമായി മുതലെടുത്തത് ചൈനയാണ്. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് ബംഗ്ലാദേശിൽ ഒരു ഡ്രോൺ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിക്കാൻ ചൈന കരാർ ഒപ്പിട്ടത് ഡൽഹിയെയും വാഷിംഗ്ടണിനെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്, ഞെട്ടിച്ചിട്ടുണ്ട്. മുമ്പ് ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചിരുന്ന സാമ്പത്തിക മേഖലകളിലേക്ക് ചൈനീസ് നിക്ഷേപം എത്തുന്നതും നയതന്ത്രപരമായ വലിയ മാറ്റമാണ്. ഇതുകൂടാതെ പാകിസ്ഥാനിൽ നിന്ന് ചൈനീസ് സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച JF-17 തണ്ടർ വിമാനങ്ങൾ വാങ്ങാനും ബംഗ്ലാദേശ് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിനർത്ഥം സൈനികപരമായി ബംഗ്ലാദേശ് ചൈനയോട് കൂടുതൽ അടുക്കുന്നുവെന്ന് തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം കളത്തിലിറങ്ങുന്നത്. ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്ക ബംഗ്ലാദേശിന് മുന്നിൽ പുതിയൊരു ഓഫർ വെച്ചിരിക്കുകയാണ്. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ. റഷ്യൻ അല്ലെങ്കിൽ ചൈനീസ് ആയുധങ്ങൾക്ക് പകരം അമേരിക്കൻ ഡിഫൻസ് സിസ്റ്റംസ് നൽകി ബംഗ്ലാദേശിനെ തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവരാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. അമേരിക്കൻ അംബാസിഡർ ബ്രെൻ ടി ക്രിസ്റ്റന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ചൈനയുമായുള്ള ഇടപാടുകളിലെ അപകട സാധ്യതകളെക്കുറിച്ച് ബംഗ്ലാദേശിനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെ പ്രാഥമിക ലക്ഷ്യം എന്നാണ്. പ്രതിരോധ മേഖലയിൽ മാത്രമല്ല, സാമ്പത്തികമായും ബംഗ്ലാദേശിനെ കൂടെ നിർത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല ഭരണകൂടവുമായി അവർ ഒരു ചരിത്ര വ്യാപാര കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കോട്ടൺ ഫോർ ഗാർമെന്റ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അമേരിക്കൻ പരുത്തി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ നികുതി ഇളവ് ലഭിക്കും. ഇതിലൂടെ ബംഗ്ലാദേശിന്റെ ഗാർമെന്റ് മേഖലയ്ക്ക് വലിയൊരു ഉണർവുണ്ടാകും. 37% നികുതി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഏകദേശം 19% നികുതി കുറഞ്ഞത് ഒരു വലിയ ഗെയിം ചേഞ്ചറാണ്. ഇതോടൊപ്പം ഊർജ്ജ മേഖലയിലും കൃഷിയിലും കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ദക്ഷിണേഷ്യയിൽ ഒരു വിശ്വസനീയമായ പങ്കാളിയായി ഇന്ത്യയെ നിലനിർത്തുന്നതിനൊപ്പം തന്നെ ബംഗ്ലാദേശിനെ ചൈനയുടെ പക്ഷത്തേക്ക് പൂർണ്ണമായി പോകാതെ പിടിച്ചു നിർത്തുക എന്ന ഇരട്ട തന്ത്രമാണ് വാഷിംഗ്ടൺ പയറ്റുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം നാളെ വരും. പക്ഷേ അധികാരത്തിൽ ആര് വന്നാലും അവർക്ക് മുന്നിലുള്ളത് വലിയൊരു ബാലൻസിംഗ് ആക്ട് ആണ്. ഇന്ത്യയുമായുള്ള ബന്ധം, ചരിത്രപരമായ ബന്ധം പൂർണ്ണമായി വേണ്ടെന്ന് വെക്കാൻ അവർക്ക് കഴിയില്ല. എന്നാൽ ചൈന നൽകുന്ന പണവും ആയുധങ്ങളും തള്ളിക്കളയുക അസാധ്യവുമാണ്. ഇതിനിടയിൽ അമേരിക്കയുടെ ഇടപെടലുകൾ കൂടിയാകുമ്പോൾ ബംഗ്ലാദേശ് ഇന്ന് ലോകശക്തികളുടെ ഒരു ഗ്ലോബൽ ചെസ് ബോർഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ഇന്നത്തെ വിധിയെഴുത്ത് വെറും ഒരു ഭരണമാറ്റമല്ല, അത് വരും ദശാബ്ദങ്ങളിൽ ദക്ഷിണേഷ്യ ആര് നിയന്ത്രിക്കുമെന്നതിന്റെ സൂചന കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലവും അതിനുശേഷം രൂപപ്പെടുന്ന പുതിയ നയതന്ത്ര ബന്ധങ്ങളും ദക്ഷിണേഷ്യയുടെ അടുത്ത ദശാബ്ദങ്ങളിലെ രാഷ്ട്രീയ ഗതി നിശ്ചയിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.